അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളും അഗ്നിക്കിരയായി. അച്ഛനും അമ്മയും 2 കുട്ടികളുമാണ് മരിച്ചത്. വീടിന്റെ താഴെ നിലയിൽ കിടന്നുറങ്ങിയിരുന്ന ബിനീഷിന്റെ അമ്മയാണ് തീ ആളുന്നത് ആദ്യം കണ്ടത്. ഇവർ ബഹളം വെച്ചതോടെ അയൽവാസികൾ ഉൾപ്പെടെ ഓടിയെത്തി തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീടിന്റെ ഉടമസ്ഥനായ ബിനീഷ് കുര്യൻ, ഭാര്യ അനുമോൾ മാത്യു, മക്കളായ ജോവാന, ജസ്വിൻ എന്നിവരാണ് അഗ്നിക്കിരയായത്. അങ്ങാടി പറക്കുളം റോഡിലുള്ള ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിൽ പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. താഴത്തെ നിലയിൽ കിടന്നുറങ്ങിയിരുന്ന ബിനീഷിന്റെ അമ്മ ചിന്നമ്മയാണ് തീയാളുന്നത് ആദ്യം കണ്ടത്. ഇവർ ബഹളം വെച്ചതോടെ അയൽവാസികൾ ഉൾപ്പെടെ ഓടിയെത്തി തീയണയ്ക്കാൻ ശ്രമം തുടങ്ങിയെങ്കിലും തീ ആളിപ്പടർന്നു. ബിനീഷും ഭാര്യയും മക്കളും കിടന്നുറങ്ങിയിരുന്ന മുറിക്കാണ് തീപിടിച്ചത്. ഇറങ്ങി വന്നപ്പോൾ ഈ വീടിൻ്റെ പടിക്കെ കിടന്ന് പേപ്പർ വിതരണം ചെയ്യുന്ന ആൾ ഒച്ചയുണ്ടായിരുന്നു. ഇയാളോട് ചോദിച്ചപ്പോൾ ബിനീഷിൻ്റെ ഉള്ളിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അകത്ത് കയറിയപ്പോൾ അമ്മേനെ കണ്ടു. അമ്മേനെ കഴിഞ്ഞപ്പോൾ ബിനീഷും കൊച്ചുങ്ങളും മോളിൽ ചെന്ന് അവിടെ വെള്ളമൊഴിക്ക് തീ ഉണ്ടായിരുന്നു. ഞാനും കൂടി അതിനകത്ത് വെള്ളമൊഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് 4:30 മണിക്കാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സർവൻ്റായ സ്വദേശി പറഞ്ഞത് 4:30 മണിക്ക് ഞങ്ങൾ വിളിച്ച് ഇത് ചെയ്തു. ഞങ്ങൾ ഇറങ്ങിയത് 5:10 ഞാൻ വന്നു. അതിൻ്റെ പുറത്തേക്കടെ വന്ന് കഴിഞ്ഞപ്പോൾ ജനലൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ജനൽ തുറന്ന് കിടക്കണ്ടായിരുന്നു. ഞാൻ ജനലിലേക്കടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ബെഡിലൊക്കെ തീ പിടിച്ചിട്ടുണ്ട്. റൂമിനകത്ത് മൊത്തം തീയാണ്. വാതിൽ തുറക്കാനുള്ള യാതൊരു സൗകര്യങ്ങളും കിട്ടിയില്ല. വാതിൽ ഞങ്ങൾ ഉണ്ടായ പാത്രങ്ങൾ ഇതൊക്കെ വെച്ച് അടിച്ചു നോക്കി, അത് തുറക്കില്ലായിരുന്നു. അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജനൽ ചില്ലൊക്കെ പൊട്ടി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ പുറത്തേക്ക് ചാടണം. അത് കാരണം ഞാൻ തിരിച്ചതിൽ തന്നെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വന്നു. അമ്മേനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ തീ അണച്ചപ്പോഴേക്കും ഇവർ മരിച്ചിരുന്നു. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണമെന്തെന്ന് ഇതുവരെയും വ്യക്തമല്ല. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഷോർട്ട് സർക്യൂട്ടല്ല തീപിടുത്തത്തിന് കാരണമായതെന്നാണ് നിഗമനം. മരിച്ച ബിനീഷ് അങ്കമാലിയിലെ വ്യാപാരിയാണ്. മൂത്ത കുട്ടി ജോവാന 3-ാം ക്ലാസ്സിലും രണ്ടാമത്തെ കുട്ടി ജസ്വിൻ 1-ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. KMM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BBA, MCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്നീ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. +2 എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് യാതൊരു ഫീസുമില്ലാതെ സൗജന്യമായി പഠിക്കാം. ആഡ് ഓൺ കോഴ്സുകളും KMM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്.